എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭർത്താവ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി അദ്ദേഹത്തിന് ചായ കൊടുക്കുമ്പോൾ ഈ വിധി അനുസരിച്ച് കൊടുത്തു നോക്കുക. 3-4 ദിവസത്തിനുള്ളിൽ നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഭർത്താവിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും വഴക്കും അടിയും ഉണ്ടായിട്ടില്ല. അയൽവാസിയായ ഒരാൾ ഒരിക്കൽ അയാളോട് ചോദിച്ചു, എല്ലാവരുടെ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും അടിയും ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ മാത്രം ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ, എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, നമ്മൾ തമ്മിൽ ഉത്തരവാദിത്തങ്ങളെ പങ്കിട്ടെടുത്തിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഭാര്യ നോക്കുന്നു, വലിയ വലിയ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അയൽവാസി പറഞ്ഞു, എനിക്കുമൊന്ന് പറഞ്ഞു തരാമോ അതെങ്ങനെയാണെന്ന്? അപ്പോൾ അയാൾ പറഞ്ഞു, അത് വലിയൊരു കാര്യമൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് വീട് വിൽക്കണോ വാങ്ങണോ, മക്കളുടെ കല്യാണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവളാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അയൽവാസി ചോദിച്ചു, അപ്പോൾ നിങ്ങളോ? അയാൾ പറഞ്ഞു, ഞാൻ ഈ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ച എങ്ങനെ ചെയ്യണം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാർ, ഇതൊക്കെ ഞാൻ തീരുമാനമെടുക്കും. ബാക്കി പറയേണ്ട ആവശ്യം വന്നില്ല. അയൽവാസി പറഞ്ഞു, മതി സാറേ, എനിക്കെല്ലാം മനസ്സിലായെന്ന്. വിഷയത്തിലേക്ക് വരാം. ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചായ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് ആ ചായയിലേക്ക് നോക്കി ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ ഉപാംശുവായി ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം നമോ ഹ്രീം ക്രീം കാമദേവായ വശ്യം സ്വാഹ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം നമോ ഹ്രീം ക്രീം കാമദേവായ വശ്യം സ്വാഹ. ഈ മന്ത്രത്തെ 21 തവണ ചായയെ നോക്കി ഉപാംശുവായി ജപിക്കുക. അതിനുശേഷം ഭർത്താവിന് നൽകുക. ഭർത്താവിനെ മനസ്സിലോർത്ത് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുക. എത്ര പഴയ പിണക്കമായാലും എത്ര വലിയ പിണക്കമായാലും 3-4 ദിവസത്തിനുള്ളിൽ ഭർത്താവിൽ നല്ല മാറ്റങ്ങൾ കാണാവുന്നതാണ്. 11 ദിവസം മുടങ്ങാതെ ചെയ്യുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.